ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബദാം മിൽക്ക് ഷേക്കാണ്. ഇതൊരു വ്യൂവർ കുറേ മുമ്പ് ആവശ്യപ്പെട്ടതായിരുന്നു. ഏതായാലും ഞാൻ ഇന്നത് ചെയ്യാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. ബദാം മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, അത് ചേർത്ത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത പാലിൻ്റെ കുറച്ച് ഭാഗം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിതുപോലെ ബദാം എസൻസ് കിട്ടും നമുക്ക്. അതൊരു 3-4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള കട്ടായിട്ടുള്ള പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇഫ്താറിനായതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയില വേണമെങ്കിൽ അത്രയും ഫ്രീസായ പാല് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കട്ടിയിൽ കിട്ടും. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ബദാം മിൽക്ക് ഷേക്ക് തന്നെ പല രീതിയിലുണ്ടാക്കും. അതിലേറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഈസി ബദാം മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.